അപ്പോൾ നമുക്കൊരു ബൗളിലോട്ട് ഒരു 1/2 കപ്പ് പാല്, അതിൻ്റെ പുറകെ തന്നെ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1.5 ടീസ്പൂൺ ഈസ്റ്റ്, ഒരു മുട്ട നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക പൊട്ടിച്ചിട്ട്. ഇപ്പോൾ ഒരു വലിയ മുട്ടേൻ്റെ എടുത്തേക്കുന്നത് അതിൻ്റെ പകുതി മാത്രം എടുത്തിട്ട് നമുക്ക് ഈ പാലിൻ്റെ മിക്സ്ചറിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു വിസ്ക് വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. സോൾട്ടഡ് ബട്ടറാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിലേക്ക് ഇനി ഒരു 1.25 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. കുഴച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു ഒട്ടിപ്പിടുത്തം വേണം, അതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ. ഓക്കെ, ഇനി നമുക്കിതൊരു 1 മണിക്കൂറത്തേക്ക് ക്ലിങ് ഫിലിം വെച്ച് റാപ്പ് ചെയ്തിട്ട് വെക്കുക, സൈഡിലോട്ട് മാറ്റി വെക്കുക, ഒന്ന് ഈസ്റ്റൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ ഡോ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്, ഈസ്റ്റൊക്കെ നല്ലോണം ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുള്ള് ഡീഫ്ലേറ്റ് ചെയ്തിട്ട് 6 ബോളാക്കി ഡിവൈഡ് ചെയ്തെടുക്കാം. ആസ് യു ക്യാൻ സീ, ഇനി ഇതിനകത്തോട്ട് ഓരോ ബോളിൻ്റെ ഉള്ളിലും നമ്മൾ ഒരു 1/2 ഇഞ്ചിൻ്റെ ബട്ടറിൻ്റെ ക്യൂബ് നിറക്കുന്നതാണ്. എന്നിട്ട് നമ്മളത് പിൻ ചെയ്ത് തിരിച്ച് ബോൾ തന്നെ ആക്കും. നമ്മളെല്ലാത്തിലും ബട്ടർ വെച്ച് നിറച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം, ജസ്റ്റ് ഒന്നുകൂടെ പൊങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ കോഫീൻ്റെ മിക്സ്ചർ ഉണ്ടാക്കുക. ഒരു 1.5 ടീസ്പൂൺ കോഫി പൗഡർ, അതിൻ്റെ പുറകിലോട്ട് 1 ടേബിൾ സ്പൂൺ ഹോട്ട് വാട്ടർ, രണ്ടും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് ബാക്കി നമ്മൾ നേരത്തെ ഉണ്ടാക്കി എടുത്തില്ലേ ആ മുട്ട, ഹാഫ് മുട്ട ബാക്കി ഉണ്ടാവില്ലേ, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെയും നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ടൊരു 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പുറകെ തന്നെ 3 ടേബിൾ സ്പൂൺ ബട്ടർ കൊണ്ട് ചേർത്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യുക. ഇപ്പം ഞാനൊരു ജിപ്ലോക്ക് ബാഗിൽ എൻ്റെ പൈപ്പിങ്ങിൻ്റെ ടിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മളുടെ സാധനങ്ങൾ കോഫി ടോപ്പിംഗ് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മളെ ബണ്ണിൽ ഇങ്ങനെ സർക്കിളായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. എല്ലാ ബണ്ണിലും ഇതുപോലെ ചെയ്ത് കൊടുക്കണം. നല്ല സാറ്റിസ്ഫൈയിങ് പാർട്ടാണ് ഇത്. ഞാൻ എയർ ഫ്രയറിൻ്റെ ഉള്ളിലാണ് കേട്ടോ വെച്ച് കുക്ക് ചെയ്യുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 6 to 7 മിനിറ്റ്സ്. ഞാനിപ്പോൾ 5 മിനിറ്റ് വെച്ച് പിന്നെയും 2 മിനിറ്റ് വെച്ച്. അപ്പോൾ നമ്മളുടെ 7 മിനിറ്റ്സ് ഓഫ് കുക്കിങ്ങിന് ശേഷം നമ്മൾ ബൺ നല്ല സോഫ്റ്റ് ബൺ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം, കമൻറ്റ് അപ്പുറത്താണ് കാണാം. ടാറ്റ.